ഹായ് ഫ്രണ്ട്സ്, ഞാൻ പഠിപ്പിക്കുന്ന പരക്കത്താനം സെൻറ് തോമസ് കോളേജിലെ വിദ്യാർത്ഥികളോടൊപ്പമുള്ള ഒരു ഓണാഘോഷമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ രാവിലെ പൂവൊക്കെ മേടിച്ച് എല്ലാ വിദ്യാർത്ഥികളും അതെല്ലാം റെഡിയാക്കി അത്തപ്പൂ ഇടാനുള്ള ക്രമീകരണമാണ്. ഓരോരുത്തർക്ക് ഓരോ ടാസ്ക്കാണ് കൊടുത്തത്. ഒരാൾ അത്തപ്പൂ ഇടുന്നു, ഓരോരുത്തർ പൂ പിച്ചിയെടുക്കുന്നു. അങ്ങനെ ഒരു ടീം വർക്കായിട്ട് ആണ് ഇന്നത്തെ ഓണാഘോഷ പരിപാടികൾ തകൃതിയായിട്ട് മുന്നോട്ട് പോകുന്നത്. വിദ്യാർത്ഥികൾ അത്തപ്പൂക്കൾ ഇട്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു ആഗ്രഹം തോന്നി. അങ്ങനെ ഒരു നുള്ളു പൂ എടുത്ത് അത്തപ്പൂക്കളത്തിൽ വന്നിട്ട് എൻ്റെ ആഗ്രഹവും സാധിച്ചു. അങ്ങനെ കുട്ടികളുടെ അത്തപ്പൂക്കളത്തിലൊരു ഭാഗമാക്കാൻ എനിക്ക് സാധിച്ചു. പിന്നെ മുന്നോട്ട് നടന്നപ്പോൾ കുറേ വിദ്യാർത്ഥികൾ മഞ്ഞ ജപന്തിയൊക്കെ പിച്ചി എടുക്കുന്നത് കണ്ടു. സത്യം പറഞ്ഞാൽ ഈ അത്തപ്പൂക്കളത്തിലൂടെ എല്ലാവരുടെയും ഒരു ഒത്തൊരുമയാണ് നമ്മളുടെ കാണാൻ സാധിക്കുന്നത്. ഓരോരുത്തരും അവരുടേതായിട്ടുള്ള രീതിയിൽ പണ്ടൊക്കെ പൂക്കളൊക്കെ മേടിക്കുമായിരുന്നു. ഇപ്പം നമുക്കിവിടെ പൂക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളെല്ലാം മേടിക്കുകയാണ്. അങ്ങനെ എല്ലാവരും മേടിച്ച്, ഒരാൾ പൂക്കൾ കൊണ്ടിരുന്നു, ഒരാൾ വരയ്ക്കുന്നു, അതിൻ്റെ ബാക്കിയുള്ളവർ അത് പിച്ചിയെടുക്കുന്നു. അങ്ങനെ വളരെ തകൃതിയായിട്ടാണ് ഇന്നത്തെ ഈ ഒരു അത്തപ്പൂക്കളം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ അത്തപ്പൂവിൻ്റെ മെയിൻ അത്തപ്പൂ ഇടുന്നത് ഇങ്ങനെ ഞാൻ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അവനും ഒരു നാണമായി. അവൻ തമാശക്കാണെങ്കിലും അവനൊന്ന് തിരിഞ്ഞു. ഓക്കെ, അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ലെയർ മഞ്ഞപ്പൂവൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നല്ല കനത്തിലാണ് നമ്മൾ ഇട്ടേക്കുന്നത്. എപ്പോഴും വിദ്യാർത്ഥികൾക്ക് ആഗ്രഹം എന്ന് പറഞ്ഞാൽ അവരിൽ ഒരാളായിട്ട് നിൽക്കുക. അധ്യാപകർ, പണ്ടത്തെ അധ്യാപകരെ കൂട്ട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിന്നാൽ ഒരിക്കലും നമുക്ക് കുട്ടികളുടെ മനസ്സിൽ എത്തിച്ചേരാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് അത്തപ്പൂക്കൾ ഇടാനാണേലും എന്ത് കാര്യത്തിലാണേലും ഞങ്ങൾ ഓടിയെത്തി അവരുടെ കൂടെ നടക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് സർപ്രൈസായിട്ട് നമ്മുടെ മാവേലി തമ്പുരാൻ മുന്നോട്ട് വരുന്നുണ്ട്. നല്ല കുട്ടപ്പനായിട്ട് മാവേലിയായിട്ട് ഒരുങ്ങി നമ്മുടെ വിദ്യാർത്ഥി ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഓണത്തിൻ്റെതായിട്ടുള്ള എല്ലാ വിശ്വാസമൊക്കെ നൽകിക്കൊണ്ടാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. മാവേലി എത്തിയപ്പോൾ തന്നെ നമ്മുടെ പൂക്കളമൊക്കെ റെഡി ആയിട്ടുണ്ട്. മാവേലി എത്തിയപ്പോൾ തന്നെ കുട്ടികൾക്കെല്ലാം ഭയങ്കര സന്തോഷമാണ്. അവർ സ്ഥിരം കാണുന്ന ഒരു വിദ്യാർത്ഥി തന്നെയാണ്. എങ്കിലും വേഷങ്ങളൊക്കെ ഇട്ട് കിരീടമൊക്കെ അണിഞ്ഞു വന്നപ്പോൾ അവർക്കും ഭയങ്കര സന്തോഷമായി. അതെല്ലാം കഴിഞ്ഞ് മാവേലിയൊക്കെ പോയി കഴിഞ്ഞ് ഇവിടെ പാട്ടുകളൊക്കെ ഇട്ട് കുറേ വിദ്യാർത്ഥികൾ ഭയങ്കര ഡാൻസാണ്. അവരുടെ ആ ഒരു സന്തോഷം, അതാണ് നമ്മുടെ സന്തോഷം. അത് കഴിഞ്ഞ് വിദ്യാർത്ഥികളുടെ ഓണക്കളികളായിരുന്നു. ആദ്യമേ കസര കളിയായിരുന്നു. മ്യൂസിക്കൊക്കെ ഇട്ടതിന് ശേഷം വിദ്യാർത്ഥികൾ നല്ല ശ്രദ്ധയോടെയാണ് കസര പിടിക്കാനുള്ള ഒരു നടത്തം. പെട്ടെന്ന് മ്യൂസിക് നിർത്തി ഒരാൾ അവിടുന്ന് ഔട്ടായി ചമ്മലോടെ മുന്നോട്ട് പോകുന്ന കണ്ടു. പലതരത്തിലുള്ള ഓണക്കളികളുണ്ടായിരുന്നു. അതൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല വീഡിയോയിൽ. അങ്ങനെ കളികൾ കഴിഞ്ഞ് ക്ഷീണിച്ച് വന്ന് വിദ്യാർത്ഥികൾ ഇനി കഴിക്കാനുള്ള തയ്യാറെടുപ്പാണ്. ഇവിടെ കേറ്ററിംഗുകാർ ഫുഡ് കൊണ്ടുവന്നേ ഉള്ളൂ. ഞങ്ങളുടെ വിദ്യാർത്ഥികളാണ് എല്ലാം വിളമ്പിയൊക്കെ എല്ലാം സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാവർക്കുമുള്ള ഒരു ടേബിള് റെഡിയാക്കിയതിന് ശേഷം മാത്രമേ ഞങ്ങൾ കഴിക്കാറുള്ളൂ. കുട്ടികൾ വളരെ ആവേശത്തോടെ വിളമ്പാൻ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ അധ്യാപകരും അതിനോടൊപ്പം ആവേശത്തോടെ ഞങ്ങളും അവരോടൊപ്പം ഇരുന്ന് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പെൺകുട്ടികളെ സഹായിക്കാൻ ആൺകുട്ടികൾ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അവരും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഓരോന്ന് വിളമ്പിയെടുക്കുകയാണ്. ഇവിടെ ടീച്ചേഴ്സും വേണ്ട ഇവിടെ വിളമ്പുകയാണ്. അങ്ങനെ ഒരു അടിച്ചുപൊളി ഓണമാണ് ഞങ്ങളിവിടെ നടത്തുന്നത്. സാധാരണ കഴിഞ്ഞ വർഷമൊക്കെ കേറ്ററിംഗുകാർ വിളമ്പി തരുമായിരുന്നു. ഈ പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞു കുട്ടികൾ തന്നെ വിളമ്പി അവരും ഒന്ന് പഠിക്കട്ടെ. അങ്ങനെ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് വിളമ്പി കഴിയുമ്പോൾ അതിനകത്ത് ആ ഒരു സന്തോഷവും കഴിക്കുന്നതിൻ്റെ മാധുര്യവും ഉണ്ടാവും. അങ്ങനെ ഞാൻ വീഡിയോ എടുത്തപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ ഇവിടെയൊക്കെ എടുക്കണമെന്ന്. അങ്ങനെ എല്ലാവരുടെയൊക്കെ എടുത്ത് ഞാൻ മുന്നോട്ട് പോയി. ഇവിടെ ഭക്ഷണമൊക്കെ വീണ്ടും എടുത്ത് വെച്ചിട്ടുണ്ട്, ആവശ്യമുള്ളവർക്ക് വീണ്ടും കൊടുക്കാൻ വേണ്ടി. സത്യത്തിൽ മാവേലി തമ്പുരാൻ നമുക്ക് കനിഞ്ഞ് നൽകിയ ഒരു ദിവസമാണ് ഈ തിരുവോണം എന്ന് പറയുന്നത്. അത് ഓണം ഒരു കുറേ ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു കാര്യമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ജാതി മതഭേദമന്യേ എല്ലാവരും ഒത്തൊരുമയോടെ ആണ് ഈ ഒരു ഓണാഘോഷം നടത്തുന്നത് കേരളത്തിൽ. ഓണസദ്യയിലുള്ള ഐറ്റംസ് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി കാണും. അവിയൽ, തോരന്, പപ്പടം, പിന്നെ അച്ചാറ്, കാളൻ, അതുപോലെ തന്നെ ഇഞ്ചിക്കറി, പച്ചടി, പപ്പടം, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. അങ്ങനെ ഇവിടെ ഞങ്ങൾ കോളേജ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സാണ്. അവരും ഭയങ്കര വൈബാണ്. പപ്പടം കിട്ടാതെ വഴക്കുണ്ടാക്കാതിരിക്കുക, ഇഷ്ടംപോലെ പപ്പടമാണ് ഞങ്ങൾ ഇപ്രാവശ്യം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ സദ്യയൊക്കെ കൊണ്ടതിന് ശേഷം വിദ്യാർത്ഥികളൊക്കെ വളരെ സന്തോഷത്തോടെ അവർ എൻജോയ് ചെയ്തതിൻ്റെ ആ ഒരു സന്തോഷം നമുക്ക് മുഖത്ത് കാണാൻ സാധിക്കും. അങ്ങനെ അവരെല്ലാവരും വീട്ടിൽ പോകാൻ തയ്യാറെടുക്കുകയാണ്.
അങ്ങനെ ഈ പ്രാവശ്യത്തെ ഓണം വളരെ സന്തോഷകരമായിരുന്നു. എൻ്റെ എല്ലാ യൂട്യൂബ് ചാനലിലും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.